അല്പസമയം മുമ്പ് ടി സിദ്ദിഖ് MLA യുടെ നേതൃത്വത്തിൽ മുതിർന്ന UDF നേതാക്കൾ ഇപ്പോൾ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും ഇതിനു മുന്നിൽ ഈ സമരത്തിന് നേതൃത്വം നൽകുകയാണ്. ഒന്നിലധികം പ്രവർത്തകരെ ഇപ്പോൾ ഈ സമരമുഖത്ത് നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 2-3 ആംബുലൻസിലും പോലീസ് വാഹനത്തിലും ഒക്കെയായി 4-5 പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സിദ്ദിഖ് MLA യുടെ വാഹനവും ആ സ്ഥലത്തേക്ക് ലൈറ്റിട്ട് പോകുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള വാഹനമാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും മുതിർന്ന UDF നേതാക്കൾ ഇപ്പോൾ സമരമുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. യൂത്ത് ലീഗിന്റെ പ്രക്ഷോഭ പരിപാടിയിലും അതുപോലെ KSU ജില്ലാ നേതാക്കൾ 4-5 ദിവസമായി ഇവിടെ നിരാഹാര സമരത്തിലായിരുന്നു. ആ നിരാഹാര സമരം ഇന്നത്തെ മാർച്ചോടുകൂടി അവസാനിപ്പിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായും ആ നേതാക്കൾ DCC പ്രസിഡന്റും ടി സിദ്ദിഖ് MLAയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലത്തുണ്ടായിരുന്നു. ഈ സമരം KSU സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ ഈ നേതാക്കളും സമരമുഖത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ അവരും ഈ സമരമുഖത്തുണ്ട്. നിലവിൽ അവിടെ സംഘർഷമോ ലാത്തിചാർജോ നടക്കുന്നില്ല. പക്ഷേ ഈ പരിക്ക് പറ്റിയ വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ MLAയുടെ വാഹനത്തിലും ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുപോകുന്നുണ്ട്. 5-6 തവണയാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. ആ ഷെല്ലുകൾ വീണ സ്ഥലത്തും കുട്ടികൾ തലയിറങ്ങി വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അല്ലാതെയും പരിക്കേറ്റു. എന്താണെങ്കിലും ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു കുന്നിൻ മുകളിലാണ് ഈ ഓഫീസ്. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് മുകളിലേക്ക് കയറി വേണം ഈ ഗേറ്റിനടുത്തെത്താൻ. അതിനിടെ ഓടി വീണും ഒക്കെ വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റുന്നുണ്ടായിരുന്നു. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണ് KSU സമരത്തിൽ അണിനിരന്നത്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള പ്രവർത്തകരുമുണ്ട്. കോഴിക്കോട് അയൽ ജില്ലകളിൽ നിന്നൊക്കെ പ്രവർത്തകർ ഈ സമരത്തിന് എത്തിയിരുന്നു. KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. ഇപ്പോഴും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കുറെ പേർ മതില് ചാടിക്കടന്ന പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. വീണ്ടും പോലീസുമായി സംഘർഷമുണ്ടാകുന്നുണ്ട്. KSU പ്രവർത്തകർ ഈ പോലീസിൽ നിന്ന് മതിൽക്കേറ്റിന് ഉള്ളിൽ കടന്ന സംഘർഷത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ്. പോലീസുമായി ഈ നേരത്തെ സമരവുമായി വന്ന MSF പ്രവർത്തകരും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അവരും മുദ്രാവാക്യം വിളിച്ച് പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഈ സിദ്ദിഖ് MLA ഈ മതിലിന് മുകളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസ് അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല.